തരംതാണ തറ രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം അവർ അധപ്പതിച്ചു, പാപ്പരത്വം സംഭവിച്ചു. അവരുടെ ഈ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾക്കും സഹതാപമുണ്ട്. അതായത് ഒരു കാര്യം ഉറപ്പായി, LDF-ന്റെ UDF-ന്റെ അവനാടി ശൂന്യ. ജനകീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, ഇതൊന്നും പറയാൻ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ CPM-ന് സാധിക്കുന്നില്ല, കോൺഗ്രസിന് സാധിക്കുന്നില്ല, LDF-ന് സാധിക്കുന്നില്ല, UDF-ന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ തരംതാണ തറ രാഷ്ട്രീയമാണ് ഇപ്പോൾ BJP-ക്കും NDA-ക്കെതിരെ നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം അവർ അധപ്പതിച്ചു, പാപ്പരത്വം സംഭവിച്ചു. അവർക്ക് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാനില്ല. അതുകൊണ്ട് ശൂന്യമായ അവനാഴിയുമായിട്ടാണ് LDF-ഉം UDF-ഉം ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറങ്ങുന്നത്. ഞങ്ങൾ അവരുടെ ഈ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾക്കും സഹതാപമുണ്ട്. വാക്യം ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ കേരളമാകെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പുതിയ രാഷ്ട്രീയം, വികസനത്തിനായുള്ള രാഷ്ട്രീയം, വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ, NDA-യോടൊപ്പം ചേരാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം NDA-യുടെ വികസനം, നരേന്ദ്രമോദിജിയുടെ വികസനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, കേരളത്തിൽ 3ഉം 4ഉം റെയിൽപാത അതിൻ്റെ സാങ്കേതികമായ അനുമതി തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്ന 3ാം പാതയ്ക്കും 4ാം റെയിൽപാതയ്ക്കും കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3300 കോടി രൂപ റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി CPM-ഉം കോൺഗ്രസും ഭരിച്ചിരുന്ന UPA കാലത്ത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് നൽകിയത് 340 കോടി രൂപയാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം 460 കോടിയുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ഇവിടുത്തെ നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം, ഞാൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാസഞ്ചേഴ്സ് എമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ദേശീയ ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളാണ് BJP-യുടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ, ABSS സ്കീമിൽ ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തിയതും ഏറ്റവും